കേരളത്തിലേക്ക് എത്തുന്ന വിദേശ പണത്തിന്റെ സിംഹഭാഗവും ഗൾഫ് മേഖലയിൽ നിന്നാണ്. കേരളത്തിന്റെ സമ്പദ്ഘടനയിലും വികസന രംഗങ്ങളിലും പ്രവാസി പണം നിർണായക സാന്നിധ്യവുമാണ്. യൂറോപ്പിലും മറ്റുമുള്ള പ്രവാസികൾക്ക് ആ രാജ്യത്ത് തന്നെ നികുതി ഇനത്തിൽ വലിയ ചിലവ് വരുന്നുണ്ട്. എന്നാൽ ഗൾഫ് പ്രവാസികൾക്ക് അനുഗ്രഹം ശമ്പളം മൊത്തമായി നാട്ടിലേക്ക് അയക്കാൻ സാധിക്കുമെന്നതാണ്. ഗൾഫ് പ്രവാസികൾക്കുള്ള ഈ അനുഗ്രഹം ഏറെക്കാലം മുന്നോട്ടു പോകില്ലെന്ന് പുതിയ വാർത്തകൾ പറയുന്നുണ്ട്. പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ചുമത്തണമെന്ന് പല കോണിൽ നിന്നായി ആവശ്യം ഉയർന്നിട്ടുണ്ട്. ബഹ്റൈൻ എംപിമാർ ഈ നിർദ്ദേശത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. ഒമാനിൽ ഉയർന്ന ശമ്പളക്കാർക്ക് നികുതി ചുമത്താൻ നീക്കം നടക്കുന്നതിനിടെയാണിത്. പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് 2% നികുതി ചുമത്തണമെന്നാണ് ആവശ്യം. ഈ നിർദ്ദേശത്തിന് അനുകൂലമായിട്ടാണ് ബഹ്റൈൻ എംപിമാർ വോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഷൂറ കൗൺസിൽ നിർദ്ദേശം പരിഗണിക്കും. അവർ കൂടി അംഗീകരിച്ചാൽ തീരുമാനം നിലവിൽ വരും. അതേസമയം ഈ തീരുമാനത്തെ എതിർത്തും ചില അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. നേരത്തെയും ബഹ്റൈൻ എംപിമാർ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ചുമത്തണമെന്ന നിർദ്ദേശത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നു. എന്നാൽ ഷൂറ കൗൺസിൽ നിർദ്ദേശം തള്ളുകയാണ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും എംപിമാർ അനുകൂലിച്ച് വോട്ട് ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഷൂറ കൗൺസിൽ നിർദ്ദേശം തള്ളിയാൽ നാഷണൽ അസംബ്ലിയുടെ സംയുക്ത സമ്മേളനത്തിൽ വോട്ടിനിട്ട് അന്തിമ തീരുമാനം എടുക്കും. ബഹ്റൈന്റെ പ്രധാന വരുമാന മാർഗം ക്രൂഡ് ഓയിലാണ്. മറ്റു വരുമാന മാർഗങ്ങളും ബഹ്റൈൻ ഭരണകൂടം തേടുന്നുണ്ട്. പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന തുകയ്ക്ക് നികുതി ചുമത്തിയാൽ വലിയ വരുമാനം ലഭിക്കുമെന്നാണ് നികുതി ചുമത്തണമെന്ന് വാദിക്കുന്നവർ പറയുന്നത്. എന്നാൽ തീരുമാനം വിപരീത ഫലമാണ് ഉണ്ടാക്കുക എന്ന അഭിപ്രായമാണ് മറ്റുള്ളവർക്ക്. 72% പ്രവാസികൾക്കും 200 ബഹ്റൈൻ ദിനാറിന് താഴെയാണ് ശമ്പളം. ഇതിൽ നിന്ന് നികുതി പിടിക്കുന്ന സാഹചര്യം വന്നാൽ നാട്ടിലേക്ക് പണം അയക്കാൻ നിയമവിരുദ്ധ വഴികൾ പ്രവാസികൾ സ്വീകരിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. നികുതിയെ എതിർക്കുന്നവരാണ് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഇത് സമ്പദ് വ്യവസ്ഥയെ താളം തെറ്റിക്കും. മാത്രമല്ല, മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളുടെ നില പരുങ്ങലിലാകുമെന്നും എതിർക്കുന്നവർ വാദിക്കുന്നുണ്ട്. GCCയിൽ 6 രാജ്യങ്ങളാണുള്ളത്. സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ. 6 രാജ്യങ്ങളിൽ കൂടി 90 ലക്ഷത്തിലധികം ഇന്ത്യക്കാരുമുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രവാസികൾ UAEയിലാണ്, 35 ലക്ഷം പേർ. സൗദിയിൽ 26 ലക്ഷം, കുവൈത്തിൽ 11 ലക്ഷം, ഒമാനിൽ 7.79 ലക്ഷം, ഖത്തറിൽ 7.45 ലക്ഷം, ബഹ്റൈനിൽ 3.23 ലക്ഷം എന്നിങ്ങനെയാണ് പ്രവാസികളുടെ എണ്ണം. ബഹ്റൈനിലാണ് ഏറ്റവും കുറച്ച് ഇന്ത്യൻ പ്രവാസികളുള്ളത്. GCCയിലെ ഏതെങ്കിലും രാജ്യം പ്രവാസി പണത്തിന് നികുതി ചുമത്തിയാൽ മറ്റു രാജ്യങ്ങളും സമാനമായ നീക്കം നടത്തിയേക്കും.